നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പതിനൊന്നാം സമ്മേളനത്തിലെ 3ാം ദിവസമായ ഇന്ന് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ 4 ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടന്നു. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവം ആവർത്തിക്കാതിരിക്കാൻ നടപടി, ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി, ട്രോളിംഗ് നിരോധനം, ഗോത്ര സമൂഹത്തിനായുള്ള വികസന പദ്ധതികൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ശാശ്വതമായ നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ പറഞ്ഞു. ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു പഠനവും പരിശോധനയും വന്നെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയൂ. അത് കണ്ടെത്തുകയും ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുകയും ചെയ്യും. സംഭവത്തിൽ ആകെ 13.55 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. 13,55,60,780 രൂപ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളിക്ക് വന്നിട്ടുള്ള നഷ്ടം പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് ആധുനിക സംവിധാനങ്ങളുള്ള വിദേശ ബോട്ടുകളെ തടയാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമാക്കാൻ എല്ലാ ക്രമീകരണങ്ങളും നടപ്പിലാക്കി വരുന്നതായി മന്ത്രി ശ്രീ സജി ചെറിയാൻ വ്യക്തമാക്കി. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ മെയ് 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന സമയത്ത് കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും കടൽ പെട്രോളിംഗുമായി 9 തീരദേശ ജില്ലകളിലായി 19 ബോട്ടുകൾ വാടകയ്ക്കെടുക്കുന്ന നടപടികൾ സ്വീകരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. ആദിവാസി സമൂഹത്തെ കടബാധ്യതയിൽ നിന്നും സ്വാശ്രയത്വത്തിലേക്ക് നയിക്കുന്ന ഇടപെടലാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അവരെ കടബാധ്യതയിൽ നിന്ന് സ്വാശ്രയത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടി ഭാഗമാണ് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ഇടപെടൽ. എല്ലാവരും തൊഴിലും വരുമാനമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയുള്ള വലിയൊരു പദ്ധതിയാണ് നമ്മളിപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായി 500ഓളം ആദിവാസി കുട്ടികളെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി നിയമിച്ചു. നമ്മുടെ കേരളത്തിൻ്റെ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി 500ഓളം ട്രൈബൽ കുട്ടികളെ, ആദിവാസി കുട്ടികളെ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സായിട്ട് തിരഞ്ഞെടുക്കുകയും അവരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായുള്ള 26 മോഡൽ സ്കൂളുകളും SSLC പരീക്ഷയിൽ 100% വിജയം നേടിയതായും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ SSLC റിസൾട്ട് വന്നപ്പോൾ അങ്ങ് ശ്രദ്ധിച്ചു കാണും. നമ്മുടെ കേരളത്തിൽ 32 മോഡൽ സ്കൂളുണ്ട്. അതിൽ 26 മോഡൽ സ്കൂളിലാണ് SSLC പരീക്ഷ ചെയ്തത്. ആ 26 മോഡൽ സ്കൂളിലും 100% വിജയം കരസ്ഥമാക്കി എന്നുള്ളത് കാണാതെ പോകരുത്. പറമ്പിക്കുളത്തെ മുഴുവൻ ആദിവാസി ഊരുകളിലെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ സഭയെ അറിയിച്ചു. സാമ്പത്തിക ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് പറമ്പിക്കുളത്ത് മുഴുവൻ ആദിവാസി ഊരുകളിലെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കാവുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗമായിരുന്ന ശ്രീ ഷാഫി പറമ്പിൽ തന്റെ അംഗത്വം രാജിവെച്ച വിവരം സ്പീക്കർ സഭയെ അറിയിച്ചു. ഓർഡർ അംഗത്തിന്റെ രാജി സംബന്ധിച്ച അറിയിപ്പ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള അംഗം ശ്രീ ഷാഫി പറമ്പിൽ തന്റെ നിയമസഭാ അംഗത്വം ഇന്നു മുതൽ പ്രാബല്യത്തിൽ രാജിവെച്ചിട്ടുള്ള വിവരം സഭയെ അറിയിക്കുന്നു. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. തീരദേശവാസികളുടെയും നദീ കനാൽ കരകളിൽ താമസിക്കുന്നവരുടെയും ഭൂമിക്ക് പട്ടയം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ പി ചിത്തരഞ്ജൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനും ആരോഗ്യ സേവന രംഗത്ത് മലപ്പുറം ജില്ല നേരിടുന്നതായി പറയപ്പെടുന്ന അവഗണന പരിഹരിക്കുന്നത് സംബന്ധിച്ച് ശ്രീ നജീബ് കാന്തപുരം അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജും മറുപടി നൽകി. പുഴകളുടെയും നദികളുടെയും റോഡുകളുടെയും എല്ലാം ഇരുഭാഗങ്ങളിലായി താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ ഭൂമിക്ക് കൈവശ രേഖയ്ക്ക് പകരം പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകണം. അതിനാവശ്യമായ നടപടികൾ അതിവേഗതയിൽ പൂർത്തീകരിച്ച് ഇവരെ സഹായിക്കണമെന്ന് ഞാൻ ഈ കോളേജിലൂടെ അഭ്യർത്ഥിക്കുക. തീരദേശവാസികളുടെയും നദീ കനാൽ എന്നിവയുടെ പുറമ്പോക്കുകളിൽ താമസിക്കുന്നവരുടെയും മറ്റും പട്ടയവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ഒരു പ്രശ്നം നമ്മൾ കഴിഞ്ഞ
കുറേ കാലമായി ഗൗരവമായി ചർച്ച ചെയ്യുകയും ആവശ്യമായ നടപടികൾ എടുത്തുകൊണ്ട് ആ മേഖലയിലുള്ളവർക്ക് അതിലർഹരായവർക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടികൾ അതിവേഗം കൊണ്ടുപോവുകയും ചെയ്യുകയാണ് സാർ. മലപ്പുറം ജില്ല നേരിടുന്ന ആരോഗ്യരംഗത്തെ ഗുരുതരമായ പ്രശ്നം എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിലെ മുഴുവൻ താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. സാർ, അങ്ങ് പറഞ്ഞ വിഷയം കൊണ്ടോട്ടിയിൽ 29 ബെഡേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അന്ന് ആരോഗ്യ കേന്ദ്രത്തിന് ബോർഡ് മാറ്റിവെച്ച താലൂക്ക് ആശുപത്രിയാണ് സാർ അത്. അപ്പം അതുകൊണ്ട് എന്താണ് ശ്രമിക്കുന്നത്? അവിടെ കിഫ്ബിയിലൂടെ കൊണ്ടോട്ടിയിൽ ഉൾപ്പെടെ സാർ നമുക്ക് ഇതിൽ ഒന്നിച്ചു നിന്ന് ഈ കാര്യങ്ങളെ നമുക്ക് നേരിടുകയും അതിൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുകയും ചെയ്യാം. 11 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. ടെൻഡർ നടപടിയിലേക്ക് പോകുന്ന ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൻ്റെ പണി അടിയന്തരമായി ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് പൂർത്തീകരിക്കുവാനും അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ട നടപടികളും ഉണ്ടാക്കണമെന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയുമായി സംസാരിച്ച് എല്ലാ കെട്ടിടങ്ങളും ഇനി PWD ബിൽഡിംഗ്സ് ആയിരിക്കും വിഭാഗത്തെ കൊണ്ട് ചെയ്യിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അടുത്ത ദിവസം. ആ യോഗത്തിൽ ഫൈനലൈസ് ചെയ്യും. ചങ്ങനാശ്ശേരി PWD ബിൽഡിങ്സിനാണ് കൊടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട MLAക്ക് PWD വകുപ്പിൻ്റെ മന്ത്ലി മീറ്റിങ്ങിൽ പരിശോധിച്ച് ഇത് വേഗത്തിലാക്കാൻ കഴിയും. ടെൻഡർ നടപടിയിലേക്ക് വന്നിട്ടുണ്ട്. KSRTCയുടെ സിവിൽ വിങ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത പണിക്ക് ഇനി പോകണ്ട എന്ന് തീരുമാനിച്ചു. ദേശീയപാത 66ൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരും ജനങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളുമാണ് ഞാൻ ഈ സബ്മിഷനിലൂടെ അവതരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭൂമി ഏറ്റെടുക്കലിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ച പദ്ധതിയാണ് NH66. ആ സംസ്ഥാനം കേരളമാണ്. ഇത് വസ്തുതയാണ്. ഇതറിയാതെ നമ്മൾ കാര്യങ്ങളിലേക്ക് പോകരുത്. എല്ലാവരും യോജിച്ചെന്നുകൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടത്. അതിൽ ഭരണകക്ഷി പ്രതിപക്ഷം എന്നൊന്നുമില്ല. എല്ലാവരും യോജിച്ചേക്കണം. മലപ്പുറം ജില്ലയിൽ നേരിട്ട് ഞങ്ങളൊരു ടീം അവിടെ വന്നിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെ അതിനോട് സഹകരിച്ച് ആ പ്രവൃത്തിയിലുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പോകാം. 2024-25 സാമ്പത്തിക വർഷത്തിലെ ബജറ്റിലേക്കുള്ള 12, 13, 14, 23 നമ്പർ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് സഭയിൽ നടന്നു. 17 പേരാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ചർച്ചയിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മറുപടി പറഞ്ഞു. രാജ്യത്തിന് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന മതനിരപേക്ഷതയുടെ ഒരു വിളനിലമായി കേരളത്തെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. സർ, ഇവിടെ വർഗീയമായി ചേരിതിരിക്കാനുള്ള ശ്രമങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ചിലർ നടത്താറുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലും ചിലയിടങ്ങളിൽ അതുണ്ടായതാണ്. പക്ഷേ ആ കാര്യത്തിലൊക്കെ മുഖം നോക്കാതെയുള്ള ഇടപെടലുകളാണ് കേരള പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. സ്റ്റാർട്ട് പോളിംഗ്. അനുകൂലിക്കുന്നവർ 75, പ്രതികൂലിക്കുന്നവർ 20, നിഷ്പക്ഷത പാലിക്കുന്നവർ നിൽ. പ്രമേയം പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ പാർലമെന്ററി കാര്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ K. രാധാകൃഷ്ണൻ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ മന്ത്രി ശ്രീ K. രാധാകൃഷ്ണൻ തന്റെ നിയമസഭാ പ്രവർത്തന അനുഭവങ്ങൾ അനുസ്മരിക്കുകയും തന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ ഈ സഭ എന്ന് പറയുന്നത് ഇന്ത്യക്കാകെ മാതൃകയായിട്ടുള്ളൊരു സഭയാണ്. ഒട്ടേറെ മഹാരഥന്മാർ വഴികാട്ടിയ ഒരു സഭയാണ് നമ്മുടെ നിയമസഭ. അത് എല്ലാ കാര്യത്തിലും നമ്മൾ മാതൃകയാണ്. ആ മാതൃക നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ പാർലമെൻറ്റ് പോലും വഴികാട്ടിയായ നമ്മുടെ ഈ സഭ അതിൻ്റെ അന്തസ്സും അതിൻ്റെ അഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അത് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നോട് എല്ലാവരും കാണിച്ച സ്നേഹത്തിനും അതുപോലെ എന്നോട് കാണിച്ച വിശ്വാസത്തിനുമെല്ലാം എല്ലാവരോടും നന്ദി രേഖപ്പെടുക. ഞാനിപ്പോൾ 1.5 വർഷമായി സ്പീക്കറായിരിക്കുകയാണ്. ഈ 1.5 വർഷക്കാലം പാർലമെൻ്ററി മിനിസ്റ്റർ എന്നതിൽ നല്ല രീതിയിലുള്ള സഹകരണവും നിർദ്ദേശങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പിന്തുണക്കും മറ്റും ചെയർ എന്ന നിലയ്ക്കെല്ലാം നന്ദിയും അറിയിക്കുകയാണ്. അതോടൊപ്പം ഏറ്റവും മികച്ച നിലയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ശോഭിക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ K. രാധാകൃഷ്ണന് സാധിക്കട്ടെ എന്നീ ഘട്ടത്തിൽ ആശംസിക്കുകയാണ്. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 3:52 ജൂൺ 19 വീണ്ടും ചേരുന്നതിനായി സഭ പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും ജൂൺ 19 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.